ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന വിവേചനം മാറ്റേണ്ട സമയമായെന്ന് മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ രചിച്ച് ഇൻഡസ് സ്ക്രോൾ ഡൽഹി പ്രസിദ്ധീകരിച്ച ദേശീയ സ്വത്വത്തിനായുള്ള പോരാട്ടം ഇന്നലെ എന്ന് നാളെ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഡോക്ടർ അബ്ദുൽ സലാമിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ രചിച്ച ദേശീയ സ്വത്വത്തിനായുള്ള പോരാട്ടം ഇന്നലെ ഇന്ന് നാളെ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം. ഇവിടെ മൈനോറിറ്റി മെജോറിറ്റി എന്നുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ കളഞ്ഞിട്ട് താഴെയറ്റത്ത് കിടക്കുന്നതിന്, എക്കണോമിക്കലി താഴെയറ്റത്ത് കിടക്കുന്നതിന് മറ്റ് തുടങ്ങണം. ലോവർ മോസ്റ്റ് കിടക്കുന്ന എല്ലാവരെയും എവിടെ മജോറിറ്റി മൈനോറിറ്റി ഒക്കെ എടുത്ത് ദൂരെ കളയുക. ആരൊക്കെയാണ് 1,00,000 താഴെ കിടക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോൺസെപ്റ്റുകളൊക്കെ വരാനുള്ള 75 കൊല്ലമൊക്കെ നമ്മൾ കൊണ്ടുപോയതാണ്. നമുക്ക് വേണ്ടത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നേഷനാണ്. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഡോക്ടർ അബ്ദുൽ സലാമിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. സ്വാതന്ത്ര്യം നേടിയിട്ട് 75 വർഷം പൂർത്തിയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നുവെന്ന് ആർ സഞ്ജയൻ പറഞ്ഞു. സ്വത്വത്തെക്കുറിച്ചുള്ള അന്വേഷണം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആത്മാവായിരുന്നു. സ്വാതന്ത്ര്യം തന്നെ ആ സ്വത്വത്തെ സ്ഥാപിക്കാനായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആദ്യകാലങ്ങളിലുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും നമുക്കറിയാം സ്വരാജ്യവും സ്വധർമ്മവും. ഈ സ്വധർമ്മം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. ആ സ്വധർമ്മത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സ്വത്വവും ഇരിക്കുന്നത്. നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകണമെങ്കിൽ പൂർവികറിട്ട ഭാരതം എന്ന പേരിലൂടെ മാത്രമേ സാധിക്കൂ എന്ന ഗ്രന്ഥകർത്താവ് ജെ നന്ദകുമാർ മറുപടി പ്രസംഗം നടത്തി. മതാതീതമായ ആ ഭാരതത്തിന്റെ ഏകത്വം, സാംസ്കാരിക ഏകത്വം എന്ന് പറയുന്ന ആ വസ്തുതയെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉതകുന്ന വിധത്തിലുള്ള പാഠ്യ സമ്പ്രദായങ്ങൾ, സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായാലേ മതിയാവുകയുള്ളൂ. ജനം TV ചീഫ് മാനേജർ GK സുരേഷ് ബാബു പുസ്തക പരിചയം നടത്തി. ബ്രിട്ടീഷുകാരുടെ ആ അജണ്ട വിഭജനമായിരുന്നു. മൊത്തം ഭാരതത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും DNA ഒന്നാണെന്ന് പറയുന്നു. ആ DNA ഒന്നായതുകൊണ്ട് നമുക്ക് ഐക്യപ്പെടാനുള്ള ഒരു അവസരമാണ് അദ്ദേഹം തുറന്നു കാട്ടുന്നത്. മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മുൻ സിറ്റി പോലീസ് കമ്മീഷണർ G ഗോപിനാഥ് അധ്യക്ഷനായി. ജനം, തിരുവനന്തപുരം.